ഹലോ ഓൾ, ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. കുറച്ച് ചോറൊക്കെ ബാക്കി വരുമ്പോൾ ബാക്കി വന്ന ചോറിനെ കൊണ്ട് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പം വീട്ടിൽ ചിലപ്പം ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എല്ലാ സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ഡീപ് ഫ്രൈ ചെയ്യുന്ന ഒരു കുഞ്ഞി സ്നാക്കാണ് ഇത്. ചട്നി കൊണ്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കെച്ചപ്പോ സോസോ ഇട്ടിട്ടും കൂടി അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ബാക്കി വന്ന ചോറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കപ്പ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് മിക്സി ചെറിയ ഗ്രൈൻഡർ എടുത്തിട്ട് അത് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കണം. ഇതുപോലെ നല്ല പേസ്റ്റ് അല്ല, കട്ടിക്ക് വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ഗ്രൈൻഡാക്കി ഒരു പേസ്റ്റാക്കി വെച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ്, പുളിപ്പില്ല തൈരാണ് വേണ്ടത്. അതും കൂടി ചേർത്തിട്ട് പിന്നെ മെയിനായിട്ട് ഐറ്റം ചേർക്കുന്നത് 3/4 കപ്പ് മൈദയാണ്. അപ്പോൾ മൈദ കുറച്ചായിട്ട് ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പ് കുറച്ച് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നോക്കിയാൽ മതി. എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഒരിപ്പം 1/4 കപ്പ് വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുറച്ച് ഒഴിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളത് 1/4 കപ്പ് വെള്ളം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി അധികമൊന്നും ഞാൻ എടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം അടിച്ച് മിക്സ് ചെയ്യണം. എന്നാൽ പിന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്നാക്കാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ നല്ലോണം അടിച്ച് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് അടിക്കുമ്പോൾ നല്ല എയറി ആയിട്ട് കിട്ടും. ബാറ്ററി നല്ലൊരു ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്നവരെ നിങ്ങൾ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് മാത്രം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് സൈഡാക്കി വെക്കുക. അത് ഇനിയിപ്പം നെയ്ക്കൊത്ത് ഇടാനുള്ള സമയം, നമ്മൾ സ്നാക്ക് ആക്കാൻ പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയുമാണ് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കുക, ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഒരു 5-10 മിനിറ്റ് മാത്രം. എന്നിട്ട് ഞങ്ങൾ ഈ ഓരോന്ന് ഉരുളകളായിട്ടാണ് നെയ്ക്കൊത്ത് ഇട്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആക്കി വെക്കുകയും ചെയ്യുക. ബാറ്റർ ആകുമ്പം കുറച്ച് കുട്ടികൾക്ക് ആരെങ്കിലും വരുന്നതിന് മുമ്പായിട്ട് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെ ഗസ്റ്റ് വന്നാൽ മാത്രം നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കുറച്ചായിട്ട് ആദ്യം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിക്കും. ഇത് നിങ്ങൾക്ക് ഇത് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് അധികം ചേർത്താൽ മതി. വേറെ ഐറ്റംസൊന്നും മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബോൾസ് ആയിട്ട് വരും. നല്ല ഫ്ലേക്കി ക്രിസ്പി ബോളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റുമാണ് ആക്കുമ്പം. ബാറ്റർ ഏകദേശം ചെറിയൊരു പുളിപ്പ് ഉണ്ടാകും. തൈര് കുറച്ച് പുളിപ്പുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പുളിപ്പിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നത് ഒരു ചീസ് ചേർത്തിട്ടുള്ള ഒരു സ്നാക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രിസ്പി ബോൾസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചട്നി കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പ് കൂടെയോ കഴിച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം.